ശരി, സേഫ് തുടരൂ. സേഫിലേക്ക് മടങ്ങിയെത്താം. റാലിക്കൊപ്പം ഷിജോ കുര്യനുണ്ട്. ഷിജോ, റാലി എവിടെ എത്തി? അമൃത, റാലി ഇപ്പോൾ LMS ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ എനിക്കിപ്പം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് നമുക്കൊപ്പം ഉണ്ട്. തിരുമേനി, ഇതിപ്പോൾ BJP ക്രൈസ്തവരെ രാജ്യത്ത് കൃത്യമായിട്ട് വേട്ടയാടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇതിനെ കാണാം, അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരിയേറെ ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അവസാന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മൗനജാഥയുടെ തന്നെ ലക്ഷ്യം. അകാരണമായിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത സന്യാസിനികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മൗനജാഥയുടെ വലിയ ലക്ഷ്യവും. സംഘപരിവാർ തുടർച്ചയായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഉത്തരേന്ത്യയിലടക്കം വലിയ തരത്തിൽ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലേക്കും ഭാവിയിൽ വന്നുകൂടായില്ല, അങ്ങനൊരു ഭയം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. സംഘപരിവാറുകാർ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വലിയൊരു അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യം. അത് ആർക്കും നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ മതസ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന നൽകുന്ന ആ ഒരു വലിയ അവകാശത്തെ എല്ലാവരും മാനിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് ഏൽക്കുന്ന കളങ്കമായിട്ടാണ്, മുറിവായിട്ടാണ് നമ്മൾ കാണുന്നത്. അവസാനമായിട്ട് ഇപ്പോൾ ഒരു ക്രിസ്മസ് ആഘോഷം വന്നാൽ, ക്രൈസ്തവ ആഘോഷം വന്നാൽ കേക്കും ഷോളുമൊക്കെ ആയിട്ട് വരുന്ന BJP നേതാക്കൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു വോട്ടിന് വേണ്ടി മാത്രമുള്ള ഒരു നിലപാടാണ് അവരുടേത്. രാഷ്ട്രീയ താല്പര്യം അത് നമ്മളിപ്പോ സംസാരിക്കുന്നത് ശരി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് മതേതരത്വം നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് ബിഷപ്പാണ്. അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് ക്രൈസ്തവരെ രാജ്യത്ത് വലിയ തരത്തിൽ സംഘപരിവാർ അവരുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി വേട്ടയാടുന്നുണ്ട്. അതിന് ഒരു തരത്തിലും അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനം കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നില്ല, BJP ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും BJP ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇടപെടലിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുക തന്നെയാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ ചെയ്യുന്നത്. നേരത്തെ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞത് ചായകുടിയും കേക്ക് മുറിയും ഒക്കെ പിന്നീടാവാം, അതിനുശേഷം ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇതൊരു മാനദണ്ഡമാണ്, ഈ മാനദണ്ഡം വെച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള നിലപാട് ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ തുടർച്ച എന്നോണമുള്ള നിലപാട് തന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാർ പറയുന്നു, മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാർ പറയുന്നു, സിറോ മലബാർ സഭയുടെ മെത്രാപ്പൊലീത്തമാർ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് കാണേണ്ടത് സംഘപരിവാർ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഭാവിയിൽ കേരളത്തിലേക്ക് കൂടി കടന്നു വരാനിടയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ജാഗ്രതയോടുകൂടി കാണണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധ റാലി രാജ്ഭവനിലേക്ക് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, രാജ്ഭവനിലേക്ക് പോലും ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാർ നേതൃത്വം നൽകുന്ന ഒരു രാജി സമീപകാല കേരള ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് രാജ്യത്ത് മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള ചില ഇടപെടലുകൾ RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴേ മുളയിലെ നുള്ളിയില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വിശ്വാസികളും കന്യാസ്ത്രീകളും അടക്കമുള്ള ആളുകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് തന്നെയാണ് ക്രൈസ്തവ സഭകൾ പ്രഖ്യാപിക്കുന്ന നിലപാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഒരു നിലപാട്, കേന്ദ്രത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ ഇരട്ടത്താപ്പ് നയം കേരള പൊതുസമൂഹം തിരിച്ചറിയണം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ പ്രതിഷേധ റാലിയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ റാലി ഇപ്പോൾ പാളയം പിന്നിട്ട് LMS പള്ളി പിന്നിട്ട് കോർപ്പറേഷൻ മുമ്പിലൂടെ വെള്ളയമ്പലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം പൊതുയോഗം രാജ്ഭവന് മുമ്പിൽ തുടങ്ങും. അമൃത.